നമസ്കാരം പ്രിയമുള്ളവരെ, അങ്ങനെ കേരളം കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ ഏപ്രിൽ മാസം 9-ാം തീയതി ആരംഭിക്കുകയാണ്. ഒറ്റ ദിവസമാണ് 140 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തപ്പെടുന്നത്. അതുമാത്രമല്ല, നാളെ പൊതു അവധി ദിവസം കൂടിയാണ്. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ സ്ഥിര ജോലിക്കാർ, അതോടൊപ്പം തന്നെ താൽക്കാലിക ജോലി ഉൾപ്പെടെ നേടിയവരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ശമ്പളത്തോടു കൂടിയിട്ടുള്ള അവധിയും മറ്റ് ആനുകൂല്യങ്ങളും നാളെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇത് നമ്മളുടെ അവകാശം, കർത്തവ്യമാണ്. അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയക്രമീകരണം രാവിലെ 7 മണി മുതലായിരിക്കും ആരംഭിക്കുക. 11 മണിക്കൂറാണ് ഇത് നീണ്ടു നിൽക്കുന്നത്, വൈകുന്നേരം 6 മണി വരെ. ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഈ വീഡിയോയിലൂടെ പറയുകയാണ്. നിലവിൽ സമയക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, നമ്മളുടെ വീടുകളിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ഒരു വോട്ടർ സ്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ലിപ്പ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ തിരിച്ചറിയൽ കമ്മീഷൻ നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡാണ് വോട്ടേഴ്സ് ID കാർഡ്. അപ്പോൾ ഈ വോട്ടേഴ്സ് ID കാർഡ് ഇല്ല എങ്കിൽ ആധാർ, പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇനിയല്ല എങ്കിൽ നമുക്ക് തൊഴിൽ കാർഡുകളുണ്ടെങ്കിൽ അത്തരം തൊഴിൽ കാർഡുകളാകാം, അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നൽകുന്ന ഫോട്ടോ പതിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പാസ്ബുക്ക് പോലുള്ള കാര്യങ്ങൾ. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിൽ അങ്ങനെയുള്ള സർവീസ് ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടാകും. അത്തരം ഐഡൻറ്റിറ്റി കാർഡുകൾ സ്വീകരിക്കും. ഇനി ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ UDID കാർഡുകൾ മതിയാകും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മളുടെ കൈവശമുള്ള ഐഡൻറ്റിറ്റി കാർഡിലെ പേരും ഇതെല്ലാം തന്നെ തുല്യതയാർന്നത്, അതായത് ഒന്നായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പേരുകളിലൊക്കെ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് നമുക്ക് വോട്ട് ചെയ്യാൻ ഒരുപക്ഷെ തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ രേഖകളിൽ കൃത്യതയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. ഇനി അത് മാത്രമല്ല, സമയക്രമീകരണം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെ. വൈകുന്നേരം 6 മണി വരെ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സമയപരിധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പ്രായമായവർ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ മൂലം അവശത നേരിടുന്നവർ, ഗർഭിണികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രത്യേക മുൻഗണനയുണ്ട്. ബന്ധപ്പെട്ട പോളിംഗ് ബൂത്തിലെത്തി കഴിയുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ അല്ലെങ്കിൽ BLOമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തിരക്കുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ ക്രമീകരിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ വോട്ട് ചെയ്തതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ മറ്റ് ബന്ധുക്കൾക്ക് സഹായിയായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ കൂടി മഷി പുരട്ടുന്നതാണ്. പ്രത്യേക സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേക ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതും ആവശ്യമാണ്. എങ്കിലും ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നടത്താൻ സാധിക്കും. ഇനി സ്മാർട്ട് ഫോൺ കൂടി കയ്യിൽ വെച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുമൊക്കെ ആയിട്ട് 1-ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒത്തുനോക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും ഒത്തുനോക്കി വെരിഫൈ ചെയ്യുന്നു. 2-ാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ നമ്മളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. പിന്നീട് 3-ാം പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ പക്കൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത വോട്ടിന് വേണ്ടി നമ്മളെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. മുൻപത്തെ പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം കളർ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാകും. കൃത്യമായിട്ട് പേരിനോ ചിഹ്നത്തിനോ നേരെയുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബീപ്പ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തും. VVPAT-ൽ 7 സെക്കൻഡോളം സ്ഥാനാർത്ഥിയുടെ പേര്, മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത ശേഷം മാത്രം പോളിംഗ് ബൂത്തിൽ നിന്ന് മടങ്ങുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.